ഹരിതാഭ സന്ദേശം നൽകുന്നതിനായി പെരിന്തൽമണ്ണയുടെ ജനനായകൻ നജീബ് കാന്തപുരം സാഹിബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വേദിയുടെ അധ്യക്ഷൻ പുലാക്കൽ അലി സാഹിബ്, നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നാലകത്ത് സൂഫി സാഹിബ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ AK നാസർ മാസ്റ്റർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനും KMCCയുടെ ഏറ്റവും വലിയ ശക്തമായ ഓർഗനൈസേഷൻ എന്ന നിലയിൽ അതിൻ്റെ തലസ്ഥാനം ഭരിക്കുന്ന സൗദി ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കുഞ്ഞുമോൻ കാക്കിയ, ആദരണീയനായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്, നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യരായ ഖാലിദ് മാസ്റ്റർ, റഷീദ് മാസ്റ്റർ, പ്രിയപ്പെട്ട MT അഫ്സൽ, നമ്മുടെ ബഹുമാന്യരായ ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. സൗദി KMCCയുടെ ഭാരവാഹിയായി റിയാദിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സത്താർ താമരത്ത് ഉൾപ്പെടെയുള്ള KMCCയുടെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും ദളിത് ലീഗിൻ്റെയും STUവിൻ്റെയും പ്രവാസി ലീഗിൻ്റെയും ഒക്കെ മമ്മൂട്ടി മാഷ് അടക്കമുള്ള നിരവധി നേതാക്കന്മാർ വേദിയിലുണ്ട്. ഞാൻ ഏറെ അഭിമാനത്തോടെ നന്ദി പറയുന്നത് ഈ മഹാസംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി ഊണുമുറക്കുമില്ലാതെ ദിവസങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ KMCCയുടെ ബഹുമാന്യരായ നേതാക്കളെയാണ്. നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാം വ്യത്യസ്തമായ GCC രാജ്യങ്ങളിലെ നേതൃസ്ഥാനത്ത് ഏറ്റവും പ്രധാന പദവികളിലിരിക്കുന്ന ഒട്ടേറെ നേതാക്കന്മാരെ സംഭാവന ചെയ്യാൻ സാധിച്ച ഒരു നാടാണ് നമ്മുടെ താഴേക്കോട് എന്നുള്ളതാണ്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ഗ്ലോബൽ KMCCയുടെ ചെയർമാൻ സലീം നാലകത്ത്, അതുപോലെ തന്നെ പ്രസിഡന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അധ്യക്ഷൻ അലി പിലാക്കൽ, ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ അഷ്റഫ് പാറങ്ങാടൻ, പ്രിയപ്പെട്ട ട്രഷറർ സക്കീർ പാലത്തിങ്ങൽ തുടങ്ങിയ എല്ലാവരും ഈ വേദിയെ നേരത്തെ തന്നെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. KMCC എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ GCC രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ KMCCക്ക് നേതൃത്വം നൽകുന്ന ആഷിഖ് അടക്കം നിങ്ങളുടെ പഞ്ചായത്തുകാരനായി ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുക്കെ KMCCയുടെ ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാലമാണിത്. പലപ്പോഴും നമ്മൾ തന്നെ അതിശയപ്പെടുന്ന സാന്നിധ്യമായി യൂറോപ്പിലും അതുപോലെ UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും US-ലും എല്ലാം ഇന്ന് KMCC ഒരു വടവൃക്ഷമായി നിലകൊള്ളുകയാണ്. എന്നാൽ GCCയിലെ KMCC പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം KMCCയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മുഴുസമയ പ്രവർത്തനമാണ്. ഈ നാട്ടിൽ ഇലയനങ്ങണമെങ്കിൽ KMCC വേണം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ സ്വാധീനശേഷിയോടെ ഇപ്പോൾ ഇവിടെ ഇതാ ഈ മഹാകുടുംബസംഗമം നടക്കുന്നു. നമ്മുടെ സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത്. ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരിമാരുടെയും ഒരു പേര് KMCCയിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഒന്നുകിൽ നമ്മുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആങ്ങളമാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്കാരായിരിക്കും എന്നതിൽ സംശയമേയില്ല. ഈ നിലയിൽ KMCCയുമായി ആത്മബന്ധമുള്ള മനുഷ്യരുടെ
ആത്മബന്ധമുള്ള നേതാക്കളുടെ ഒരു വലിയ സംഘമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മൾ ഏത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നത്തിന് നിറം നൽകാൻ ഒരു സംഘടനക്ക് മാത്രമേ കഴിയൂ, അത് KMCC എന്ന് പറയുന്ന സംഘടനക്ക്. ഇവിടെ നമ്മൾ IAS അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്വപ്നം നമ്മൾ കണ്ടു. ആ സ്വപ്നം സഫലമാക്കാൻ വേണ്ടി ഊണുമുറക്കുമൊഴിച്ച് സൗദിയിലെ, ജിദ്ദയിലെ, റിയാദിലെ, ദമാമിലെ, ഖത്തറിലെ, UAE-യിലെ, ദുബൈയിലെ, അബുദാബിയിലെ, ഒമാനിലെ, അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ GCC രാജ്യങ്ങളിലെയും ബഹ്റൈനിലെ KMCC പ്രവർത്തകന്മാർ ഉണർന്നു പ്രവർത്തിച്ചപ്പോഴാണ് നമ്മൾ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ആദ്യമായ ഒരു IAS അക്കാദമി ഉണ്ടായത്. അതിന് KMCC-യോട് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. നിരവധിയായ പ്രവർത്തനങ്ങൾ. മുസ്തഫ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ CH സെൻ്റർ എന്ന് ഓർക്കുമ്പോൾ ആദ്യം നമ്മൾ ഓർമ്മിക്കുന്നത് KMCC-യെയാണ്. പ്രിയപ്പെട്ടവരെ, KMCC-യുടെ പ്രവർത്തകരുടെ പ്രചോദനം എന്താണ്? അവരുടെ ആവേശം എന്താണ്? അവരിങ്ങനെ പ്രവർത്തിക്കാൻ ഇടയായത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ആദർശവും ആശയവുമാണ്. ഈ താഴക്കോട് പഞ്ചായത്ത് നമ്മളുടെ പൊന്നാപുരം കോട്ടയാണ്. താഴക്കോട് പഞ്ചായത്ത് ഉണർന്നാൽ പെരിന്തൽമണ്ണ ഉണർന്നു എന്നാണ് അതിനർത്ഥം. താഴക്കോടാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. നമ്മളുടെ ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. താഴക്കോട് പഞ്ചായത്തിലെ ഈ ഹരിതാപം എന്ന പ്രോഗ്രാം നമ്മുടെ വിജയാഘോഷത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ടാണെന്ന് ഞാൻ പറയുകയാണ്. താഴക്കോട് പഞ്ചായത്ത് നമ്മളുടെ പഞ്ചായത്താണ്. നമ്മളുടെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോയ ആ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ KMCC-യുടെ വലിയ തോതിലുള്ള ഒരു ഇടപെടലായി ഞാൻ ഈ ഹരിതാപത്തെ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, കുട്ടികളോട്, എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് നിങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇന്ന് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ബലമുള്ള ഒരു പഞ്ചായത്ത്, ആൾബലമുള്ള ഒരു പഞ്ചായത്ത് ഈ താഴക്കോട് പഞ്ചായത്താണ്. ഈ താഴക്കോട് പഞ്ചായത്ത് വരുന്ന ഡിസംബർ മാസത്തിൽ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടു ചേർക്കൽ ആരംഭിച്ചപ്പോൾ ഏറ്റവും ശക്തമായ പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അഭിമന്യരായ നേതാക്കന്മാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ മാഷ് ഉൾപ്പെടെ, മണ്ഡലം ഭാരവാഹികളായ ഹുസൈൻ കളപ്പാടൻ, സക്കീർ മാഷ് ഉൾപ്പെടെ വലിയൊരു വിങ് മണ്ഡലം നേതാക്കന്മാർ നമ്മുടെ പഞ്ചായത്തുകാരാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ പഞ്ചായത്ത് എന്ന നിലയിൽ റഷീദ് മാഷിൻ്റെയും MD അഫ്സലിൻ്റെയും നേതൃത്വത്തിൽ, ഇവിടെ ഹൈദ്രോസാജിയുടെ നേതൃത്വത്തിൽ, ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എണ്ണയിട്ട യന്ത്രം പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. വോട്ടു ചേർക്കലിൽ നമുക്ക് റെക്കോർഡ് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു വളരെ ഗംഭീരമായൊരു ബിരിയാണി ചലഞ്ചും കഴിഞ്ഞ ദിവസം നടത്തി. എല്ലാവരും അതിൽ പങ്കാളികളായി അല്ലേ? എല്ലാവരും ബിരിയാണി കഴിച്ചില്ലേ? നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അല്ലേ? സൂപ്പർ ബിരിയാണി ആയിരുന്നു. നമുക്ക് വളരെ ഗംഭീരമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നു. ഇതിൻ്റെ എല്ലാം പിന്നണിയിൽ ഞാൻ പറയട്ടെ, ചില നിർണായകമായ സമയമുണ്ട്. രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില നിർണായകമായ സമയമുണ്ട്. ആ നിർണായകമായ സന്ദർഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഈ പഞ്ചായത്തിലെ KMCC എന്നും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പഞ്ചായത്തിലെ KMCC-യുടെ നേതാക്കന്മാർ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവ് നടത്തുകയുണ്ടായി അല്ലേ? അവരെല്ലാവരും ചേർന്ന്, ഇവിടുത്തെ കാരണവന്മാർ, ഇവിടുത്തെ പ്രധാന പ്രവർത്തകരെല്ലാവരും ചേർന്ന്
വളരെ ഉജ്ജ്വലമായി ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. അതെല്ലാം അഭിനന്ദനാർഹമായ ആ പ്രവർത്തനത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങളുടെയും എൻ്റെയും നിലനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയമാണ് നമ്മളുടെ നാട് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്കെല്ലാ കാര്യത്തിലും ഇടപെടാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 5 വർഷം നമ്മൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു CPM-കാരൻ്റെ മുമ്പിലും തലകുനിച്ച് നിൽക്കാൻ താഴെക്കോട് ഒരുക്കമല്ല എന്ന പ്രഖ്യാപനം കൂടി ആയിരിക്കും ഈ ഹരിതാപം എന്നുള്ളത്. ഈ ഹരിതാഭമായ നമ്മളുടെ നേതൃത്വത്തെ, നമ്മളുടെ പ്രവർത്തകരുടെ സംഗമത്തെ, ഈ ഉജ്ജ്വലമായ കൂട്ടായ്മയെ നമുക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ രാഷ്ട്രീയം ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവരാണ്. ദൈനംദിനമായി നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. ഇന്ന് നമ്മളുടെ നാട്ടിൽ വളരെ ആസൂത്രിതമായി CPIM നടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്നറിയുമോ? ഇന്ന് മുസ്ലിം സമുദായം ആർജിച്ച, പിന്നോക്ക ജനവിഭാഗങ്ങൾ ആർജിച്ച സകലമാന നേട്ടങ്ങളെയും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ വളരെ വിപുലമായി ആസൂത്രിതമായി ഒരു വർഗീയ ധ്രുവീകരണത്തിന് കേരളം ശ്രമിക്കുകയാണ്. ആ ശ്രമം ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഒരു ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കി ചില സമുദായങ്ങളെ മാറ്റി നിർത്തി ഞങ്ങൾ ചില ആളുകളുടെ സ്പോൺസർമാരാണെന്ന് വരുത്തി തീർത്ത് ഏറ്റവും വലിയ തോതിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിരന്തരം വാക്കുകൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരെ മഹത്വവൽക്കരിച്ച് ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഒട്ടും കേരളത്തിന് ചേർന്ന ഒരു സന്ദേശമല്ല, ഒട്ടും ഈ നാടിന് പരിചയമുള്ള ഒരു സന്ദേശമല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ വിഭാഗീയതയുടെ വിത്ത് മുളപ്പിച്ചത്, അതുപോലെ കേരളത്തിലും വിഭാഗീയതയുടെ വിത്ത് മുളപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അത് നുള്ളിക്കളയാൻ നമ്മൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കേണ്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വിഭാഗീയതയെയും ഒരു വർഗീയതയെയും ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക് കൊടുക്കാതിരിക്കാൻ ജാഗ്രതയോടെ നാം പ്രവർത്തിക്കണം. ഇവിടെ സൂപ്പി സാഹിബിനെ പോലെ, മായൻകുട്ടിയാക്കയെ പോലെയുള്ള, അവറാങ്കാനെ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ധീരോദാത്തമായ ഒരു പോരാട്ടമുണ്ട്. ഒരു കാലത്ത് താഴെക്കോട്ട് പൊരുതി നിന്ന് മുസ്ലിം ലീഗ് പാർട്ടിയെ ഉണ്ടാക്കിയ നേതാക്കന്മാർ നമ്മളുടെ സ്മരണയിലുണ്ട്. ആ സ്മരണ ഖാലിദ് മാഷൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളുടെ ആ പഴയ തലമുറയുടെ ആ പോരാട്ടത്തിലൂടെയാണ് നമുക്ക് ഈ ആത്മാഭിമാനമുണ്ടായത്. ആ ആത്മാഭിമാനത്തിൻ്റെ പച്ചക്കൊടിയെ സംരക്ഷിച്ചു നിർത്താൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ കാര്യം. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ടേൺ നമ്മുടെ ടേണാണ്, ഈ അവസരം നമ്മുടെ അവസരമാണ്. അതുകൊണ്ട് ഓരോ വാർഡിലേക്കും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൊളുത്തി വെക്കേണ്ട ഏറ്റവും വലിയ ദീപശിഖ എന്ന് പറയുന്നത് ഞങ്ങളുടെ വാർഡിനെ ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തും എന്നതാണ്. ഓരോ വാർഡിലും ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ളത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. വീടുകളാണ് നമ്മുടെ ശക്തി എന്ന് നിങ്ങൾ ഓർക്കണം. വീടുകളാണ് നമ്മുടെ ശക്തി. വോട്ട് എവിടെ ഉള്ളത്? വീട്ടിലാണുള്ളത്. നമ്മളുടെ കുട്ടികൾക്കെല്ലാം വോട്ട് ചേർക്കാൻ വേണ്ടി നമ്മൾ നിരന്തരമായ ശ്രമം നടത്തി. ഇനി നമ്മുടെ ഉത്തരവാദിത്തം ആ വോട്ടുകൾ മുഴുവൻ കോണി അടയാളത്തിൽ വീഴുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ്. നേരത്തെ തന്നെ ഇവിടെ ഒരു കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അഭിലാഷമാണ്, ഈ നാട്ടിലെ വാർഡ് കമ്മിറ്റികളുടെ അഭിലാഷമാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയായി മാറുക എന്നത് വളരെ കൃത്യതയോടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികൾ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികൾ, അവരെ വിജയിപ്പിക്കാൻ
നമുക്ക് കൈ മെയ് മറന്ന് മുന്നോട്ട് വരണം. നമുക്കൊരു ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ ഈ താഴെക്കോട്ട് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് നിന്ന്, ഒന്നായി നിന്ന്, ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ അവസാനത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനും ഇന്ധനം കൊടുക്കുകയാണ് KMCC എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഹരിതാപമായ ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,